Friends, welcome back to our channel Wealthy Life. 9th September 2020 ട്രേഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഇന്ത്യൻ ഇൻഡിസസിലും ഗ്ലോബൽ ഇൻഡിസസിലും ഒരു ഹെവി ബിയറിഷ് മൊമെന്റം ഉണ്ടായപ്പോൾ റിലയൻസിന്റെ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് മൊമെന്റം, അതായത് 2% പ്രൈസ് ഹൈക്ക് ഉണ്ടായതായി കാണാം. ഈ പ്രൈസ് ഹൈക്കിന്റെ പിന്നിലെ റീസൺ പരിശോധിക്കുകയാണെങ്കിൽ റിലയൻസിൽ ഗ്ലോബൽ ഇൻവെസ്റ്ററായ സിൽവർ ലേക്ക് ഒരു നിക്ഷേപം നടത്തി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഡീലിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്തുവിട്ട മീഡിയ റിലീസ് റിപ്പോർട്ട് പ്രകാരം റിലയൻസ് റീറ്റെയിൽ വെഞ്ചറിൽ സിൽവർ ലേക്ക് എന്ന കമ്പനി 7500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് നടത്തിയത്. അതുമൂലം റിലയൻസ് റീറ്റെയിൽ വെഞ്ചറിന്റെ ഇക്വിറ്റി വാല്യൂ 4.21 ലക്ഷം കോടിയായി മാറിക്കഴിഞ്ഞു. RRVL അഥവാ റിലയൻസ് റീറ്റെയിൽ വെഞ്ചർ ലിമിറ്റഡിൽ 7500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് വഴി സിൽവർ ലേക്കിന് RRVLന്റെ 1.75% ഇക്വിറ്റി സ്റ്റേക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും സിൽവർ ലേക്ക് റിലയൻസ് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അന്ന് സിൽവർ ലേക്ക് റിലയൻസ് ഇൻഡസ്ട്രിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ജിയോയിലായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. ഏകദേശം $1.35 ബില്യൺ ആയിരുന്നു അന്ന് സിൽവർ ലേക്ക് റിലയൻസിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ലാർജ് സ്കെയിൽ ടെക്നോളജി ഇൻവെസ്റ്റിംഗ് കമ്പനികളിലെ ഒരു ഗ്ലോബൽ ലീഡറാണ് സിൽവർ ലേക്ക് എന്ന കമ്പനി. സിൽവർ ലേക്ക് എന്ന കമ്പനിക്ക് വേൾഡ് വൈഡിൽ ഇൻവെസ്റ്റിംഗ് പ്ലസ് പാർട്ട്ണർഷിപ്പ് പ്രസന്റ് ഉണ്ട്. ഈ കമ്പനി പ്രധാനമായും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആലിബാബ, ഗൂഗിളിന്റെ പേരന്റ് കമ്പനിയായ ആൽഫബറ്റ്, ഡെൽ ടെക്നോളജി, ട്വിറ്റർ എന്നീ ഫേമസ് കമ്പനികളിലാണ്. ഇന്ത്യൻ റീറ്റെയിൽ ബിസിനസ് സെക്ടറിലെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോവിംഗും അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതുമായ ഒരു കമ്പനിയാണ് റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ്. റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് ഈയിടെയായി ഫ്യൂച്ചർ ഗ്രൂപ്പുമായി ഒരു ഡീലിലെത്തുകയും അതിനുശേഷം അവർ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ബിഗ് ബസാറുകളെ എല്ലാം അക്വയർ ചെയ്യുകയും ചെയ്തിരുന്നു. റിലയൻസ് റീറ്റെയിലിന്റെ നാഷൻ വൈഡുള്ള സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം 12,000-ഓളം സ്റ്റോറുകളും 640 മില്യൺ ഫുഡ് ഫോൾസുമാണ് ഉള്ളത്. റിലയൻസ് റീറ്റെയിൽ സിൽവർ ലേക്ക് എന്ന ഡീലിനെ കുറിച്ച് റിലയൻസ് ഇൻഡസ്ട്രിയുടെ ചെയർമാനായ മുകേഷ് അംബാനിയുടെ ഒപ്പീനിയൻ ശ്രദ്ധിക്കാം. അദ്ദേഹം പറയുന്നത് ടെക്നോളജി എന്ന കീ ഉപയോഗിച്ച് കംപ്ലീറ്റ് റീറ്റെയിൽ സെക്ടർ ബിസിനസിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നതാണ് റിലയൻസ് റീറ്റെയിൽ എന്ന കമ്പനി എയിം ചെയ്യുന്നത്. അതിനുവേണ്ടി അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വാല്യുബിൾ പാർട്ട്ണറാണ് സിൽവർ ലേക്ക് എന്ന ഇൻവെസ്റ്റർ. ഈ സ്റ്റേറ്റ്മെന്റ് റിലയൻസിന്റെ ഫ്യൂച്ചർ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനിനെയാണ് വ്യക്തമാക്കുന്നത്. അതായത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വഴി 20 ബില്യൺ അൺഓർഗനൈസ്ഡ് മർച്ചന്റ്സിനെ റിലയൻസ് റീറ്റെയിലിന്റെ ഭാഗമാക്കും. അതുവഴി കമ്പനിക്ക് കൺസ്യൂമർ സർവീസിനോടൊപ്പം തന്നെ സപ്ലൈ ചെയിൻ എന്ന രംഗത്തും വ്യക്തമായ ആധിപത്യം നിലനിർത്താൻ കഴിയും. കഴിഞ്ഞ 6 മാസമായി റിലയൻസ് കമ്പനിയുമായി ഏർപ്പെട്ട വിവിധ ഡീലുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. കമ്പനി അതിന്റെ കോർ ബിസിനസ്സായ ഓയിൽ ടു കെമിക്കൽ സെക്ടർ ഉപേക്ഷിച്ച് അത് പുതിയ സെക്ടറായ റിലയൻസ് റീറ്റെയിൽ അതോടൊപ്പം തന്നെ റിലയൻസ് ഡിജിറ്റൽ സർവീസിംഗ് എന്നീ സെക്ടറുകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഫലം നമ്മൾ ക്വാർട്ടർലി റിസൾട്ടിലും കണ്ടതാണ്. ക്വാർട്ടർലി റിസൾട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ടോട്ടൽ റിലയൻസിന്റെ ടേൺ ഓവർ പരിശോധിച്ചാൽ ടോട്ടൽ ടേൺ ഓവർ 15%ഓളം കോൺട്രിബ്യൂട്ട് ആയത് റിലയൻസിന്റെ ജിയോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. റിലയൻസിന്റെ ജിയോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരുവിധം ഡീലുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉള്ള റിലയൻസിന്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡ് റിലയൻസ് റീറ്റെയിൽ സെക്ടറാണ്. ഇനി റിലയൻസിന്റെ 31 മാർച്ച് 2020 വരെയുള്ള ടേൺ ഓവർ പരിശോധിച്ചാൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ടേൺ ഓവർ 6,59,205 കോടി രൂപയും കമ്പനിയുടെ ക്യാഷ് പ്രോഫിറ്റ് 71,446 കോടി രൂപയും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 39,880 കോടി രൂപയുമാണ്. ഇനി റിലയൻസ് കമ്പനി വിവിധ ഗ്ലോബൽ റാങ്ക് ലിസ്റ്റുകളിൽ പെട്ടിട്ടുണ്ട്. അതിൽ ഫോർച്യൂൺസിന്റെ ഗ്ലോബൽ 500 ലിസ്റ്റിൽ കമ്പനിക്ക് 96ാം റാങ്കിംഗ് ആണ്. ഫോർബ്സ് ഗ്ലോബൽ 2000 ലിസ്റ്റിൽ കമ്പനിക്ക് 71ാം റാങ്കിങ്ങും ലിങ്ക്ഡ്ഇന്റെ ബെസ്റ്റ് കമ്പനി ടു വർക്ക് ഫോർ ഇന്ത്യ എന്ന ലിസ്റ്റിൽ 10th റാങ്കിങ്ങുമാണ് ഉള്ളത്. സിൽവർ ലേക്ക് റിലയൻസിൽ 7500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്ന വാർത്തയ്ക്ക് ശേഷം മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തുവിട്ടത് ബ്ലൂംബെർഗ് ആണ്. ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ ഇൻവെസ്റ്ററായ KKR ആൻഡ് കോർപ്പറേഷൻ റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡിൽ $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നു എന്നതാണ്
പുതിയ വാർത്ത. ഈ റേറ്റ് 1 ബില്യൺ മുതൽ 1.5 ബില്യൺ ഡോളർ വരെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പ്രോബബിലിറ്റി ഉണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള അനൗൺസ്മെന്റ് ഈ മാസം തന്നെ എത്തും എന്നാണ് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് സിൽവർ ലേക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ റിലയൻസിന്റെ ലെവൽസും ടാർഗറ്റും നമ്മൾക്ക് പരിശോധിക്കാം. റിലയൻസിന്റെ ലെവൽസും ടാർഗറ്റും പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ റിലയൻസ് ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ ഒന്ന് അനാലിസിസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം റിലയൻസ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പ്രധാനമായും 3 സെക്ടറുകളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അതിന്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടർ, രണ്ടാമത്തേത് റിലയൻസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, മൂന്നാമത്തേത് റിലയൻസ് റീറ്റെയിൽ സെക്ടർ. ഈ 3 സെക്ടറിന്റെയും ഇൻഡിപെൻഡന്റ് വാല്യുവേഷൻ നമ്മൾ കഴിഞ്ഞ മാസം നടത്തിയതാണ്. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് റിലയൻസ് ഫെയർ വാല്യൂ അനാലിസിസ് എന്ന പേരിലായിരുന്നു ആ വീഡിയോ റിലീസ് ചെയ്തത്. ഇപ്പോഴത്തെ പ്രസന്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപിറ്റൽ 13,95,550 കോടിയാണ്. ഇനി ഇന്ന് നടന്ന സിൽവർ ലേക്ക് ഡീലിന്റെ പശ്ചാത്തലത്തിൽ റിലയൻസ് റീറ്റെയിലിന്റെ വാല്യുവേഷൻ 4.21 ലക്ഷം കോടി രൂപയാണ്. അതായത് നമ്മളുടെ പ്രീവിയസ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ പ്രീവിയസ് എസ്റ്റിമേഷൻ അനുസരിച്ച് റിലയൻസ് റീറ്റെയിലിന്റെ മാർക്കറ്റ് ക്യാപ്പായി കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് 2 lakhs crore ആയിരുന്നു. ഇപ്പോൾ അത് 4.21 lakhs crore ആയി മാറിയിട്ടുണ്ട്. അതായത് റിലയൻസ് മാർക്കറ്റ് ക്യാപിറ്റലിൽ ഇനി ഒരു 2 ലക്ഷം കൂടി ആഡ് ചെയ്താൽ നമ്മൾക്ക് അപ്രോക്സിമേറ്റ്ലി ഈ ഡീലിന് ശേഷം എത്തുന്ന റിലയൻസ് ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് ക്യാപ്പ് മനസ്സിലാകും. അതായത് റിലയൻസിന്റെ നെക്സ്റ്റ് എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 15,95,550 crore എന്ന് അസ്യൂം ചെയ്യാം. റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് ആൻഡ് സിൽവർ ലേക്ക് മെഗാ ഡീലിന്റെ മാർക്കറ്റ് റെസ്പോൺസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി NSEയുടെ സൈറ്റിലേക്ക് വരാം. NSEയുടെ സൈറ്റിൽ പരിശോധിച്ചാൽ റിലയൻസ് ഇൻഡസ്ട്രിയുടെ പ്രൈസ് ഇന്ന് ഓപ്പൺ ആയത് 2085 ലെവലിലായിരുന്നു. അതിനുശേഷം സ്റ്റോക്കിന്റെ പ്രൈസിൽ 2.68% ഹൈക്ക് ഉണ്ടായി. സ്റ്റോക്ക് 2163.55 എന്ന ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇനി സ്റ്റോക്കിലെ ട്രേഡഡ് ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ 2,55,000 ഷെയറുകളായിരുന്നു ട്രേഡ് ചെയ്തത്. അതിൽ 57,16,000 ഷെയറുകൾ ഡെലിവറായി 22.39% ഡെലിവറിയാണ് കാണിച്ചത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയിട്ട് കൂടിയും സ്റ്റോക്കിൽ 22.39% ഹോൾഡിംഗ് ഉണ്ടായി. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ട്രെൻഡ് ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇതിലും നല്ലൊരു ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇനി സ്റ്റോക്കിന്റെ ലെവൽസും ടാർഗറ്റും അനാലിസിസ് ചെയ്യാം. സ്റ്റോക്കിന്റെ 1 ഡേ ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ സ്റ്റോക്കിൽ ഒരു റോക്കറ്റ് ഹൈക്കാണ് ഉണ്ടായത്. അതായത് 900 രൂപ വാല്യുവേഷനിൽ നിന്നും സ്റ്റോക്കിന്റെ പ്രൈസ് 2200 രൂപ വാല്യുവേഷൻ വരെ എത്തി. അതിനുശേഷം ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾക്ക് നല്ല ഒരു കൺസോളിഡേഷൻ കാണാൻ കഴിഞ്ഞു. പക്ഷേ ഈ കൺസോളിഡേഷനിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റോക്ക് അതിന്റെ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ ടച്ച് ചെയ്ത് 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന സപ്പോർട്ടിലാണ് സ്റ്റോക്ക് പോയത്. അതായത് അതിനെ ഒരു 20 ഡേ എക്സ്പോണൻഷ്യൽ ആവറേജിനെ ബ്രേക്ക് ചെയ്യുകയോ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഒരു വലിയ ഫോൾ ഉണ്ടാവുകയോ ചെയ്തില്ല. കാരണം സ്റ്റോക്ക് അതിന്റെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലായ 2000 എന്ന ലെവലിനെ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ആയിരുന്നു നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് സ്റ്റോക്കിന്റെ മിനിമം അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യുവേഷൻ 2000 ആണെന്ന് ഷുവർ ആണ്. അതിലും താഴെ സ്റ്റോക്ക് പോകാൻ ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല. പ്രസന്റ്ലി നമ്മൾ സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇനി സ്റ്റോക്കിന്റെ ഹയർ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഹയർ റേഞ്ചിൽ സ്റ്റോക്ക് ഏകദേശം 2400 മുതൽ 2500 വരെ ടാർഗറ്റ് നൽകാൻ കേപ്പബിലിറ്റി ഉള്ള സ്റ്റോക്ക് എന്നാണ് ഇന്റർനാഷണൽ ബ്രോക്കേജിംഗ് ഏജൻസികളും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് നേഷൻ വൈഡ് ബ്രോക്കേജിംഗ് ഏജൻസികളുടെയും റിപ്പോർട്ടിൽ പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.